നമസ്കാരം. ഇന്നത്തെ സെയിലിംഗ് കമൻട്രി നമ്മുടെ നേരിട്ടുള്ള ഒരു എക്സ്പോർട്ടിൻ്റെ സാധ്യതയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തൂത്തുക്കുടി പോർട്ട് ശക്തമായ മഴ കാരണം പോർട്ടിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. അത് കാരണം നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിനടുത്ത് മേട്ടുപ്പാളയം നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് ഓരോ ആഴ്ചയും കയറ്റിപ്പോകുന്ന ഒരു ചരക്ക് നമുക്ക് എത്രത്തോളം സാധ്യത തരുന്നു, നാളെ നമുക്കതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ പറ്റുമോ എന്നറിയുവാൻ അവിടെ നിന്ന് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ആഴ്ച തോറും 2000 ടൺ ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. 2000 ടൺ പൊട്ടറ്റോയാണ്, ഉരുളക്കിഴങ്ങാണ് ഓരോ ആഴ്ചയും അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. തൂത്തുക്കുടി പോർട്ട് വഴിയാണ് പോകുന്നത്. ആ പോർട്ട് അടയ്ക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ മാർക്കറ്റ് വില പരിശോധിക്കുമ്പോൾ നമുക്ക് മറുനാട്ടിലിരിക്കുന്ന വിദേശത്തിരിക്കുന്ന നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലൊരു ഉൽപ്പന്നത്തിന് വിദേശ മാർക്കറ്റ് ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുവാൻ പറ്റണം. 45 കിലോ അടങ്ങുന്ന ചാക്ക്, സാധാരണ ചാക്കിൽ കയറ്റി കണ്ടെയ്നറിലാക്കിയാണ് പോകുന്നത്. റീഫർ കണ്ടെയ്നറിൽ പോകേണ്ടി വരുന്ന ഒരു ചരക്കാണ്. അങ്ങനെയുള്ള 45 കിലോയുടെ ചാക്കിന് നേരത്തെ ഉണ്ടായിരുന്നത് 1500 രൂപയാണ്. 45 കിലോയ്ക്ക് 1500 രൂപ എന്ന് പറഞ്ഞാൽ ശരാശരി 33 രൂപ കിലോ. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എന്ത് വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും, വാങ്ങുന്ന ബയേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു താരിഫ് നമുക്ക് കിട്ടുകയാണ്. ഇവിടെ ഈ തൂത്തുക്കുടി പോർട്ട് അടയ്ക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വില 1050 രൂപയായിട്ട് കുറഞ്ഞു. കർഷകർക്ക് കിട്ടുന്ന വില, കാരണം കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വില കുറഞ്ഞു. 1500 എന്നുള്ളത് 1050 രൂപയായിട്ടാണ് കർഷകർക്ക് വിൽക്കേണ്ടി വന്നത്. അത് കേരളത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ വരുന്നതിൻ്റെ കണക്കുണ്ട്. അവിടെ എത്തുന്ന മേട്ടുപ്പാളയത്ത് എത്തുന്ന ചരക്കിൽ അവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് കൂടുതൽ മേട്ടുപ്പാളയത്ത് ചരക്ക് എത്തുന്നത്. അവിടെ നിന്ന് 40% കേരളത്തിൽ വരുന്നുണ്ട്, 30% തമിഴ്നാട് മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്, ബാക്കി 30%മാണ് കയറ്റുമതിക്ക് പോകുന്നത്. ആ 30% എന്ന് പറയുന്നതാണ് 2000 ടൺ ഒരാഴ്ചയിൽ. ഇങ്ങനെ ഒരു ഉൽപ്പന്നം നമുക്ക് തൊട്ടടുത്ത് വരുമ്പോൾ അതിൻ്റെ ആഗോള വിപണി, ഈ തൂത്തുക്കുടി എന്ന് പറയുമ്പോൾ അറിയാലോ, ട്രാൻസ്ഷിപ്മെൻറ്റ് ഉൾപ്പെടെയാണ് കയറ്റുമതിക്കാർ നേരിടേണ്ടി വരുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് ഡയറക്റ്റ് അയക്കാൻ പറ്റുമ്പോൾ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് റേറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് എത്തിക്കാം. അപ്പോൾ ഒരാഴ്ചയിൽ 2000 ടൺ കയറ്റി വിടുന്ന ഒരു ചരക്കിൻ്റെ പ്രഭവ കേന്ദ്രം, മാർക്കറ്റിംഗ് കേന്ദ്രം, മണ്ടീസ് എന്ന് പറയും, അവിടെ ചന്തകൾ ഏകദേശം 312 കിലോമീറ്ററാണ് തിരുവനന്തപുരം മേട്ടുപ്പാളയം ദൂരം. തൂത്തുക്കുടിയും ഏകദേശം സെയിമാണ്, 307 കിലോമീറ്ററാണ്. നമുക്ക് നേരിട്ട് അവിടുന്ന് കോയമ്പത്തൂർ ട്രെയിൻ വഴി ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നു. അങ്ങനെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. ഇതിലേറ്റവും പ്രധാനമായി നമുക്ക് പഠിക്കാൻ പറ്റുന്നത് 1500 രൂപ 45 കിലോ ചാക്ക് വെച്ചിട്ട് നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിപണിയിൽ എന്ത് വിലയ്ക്ക് വിൽക്കാൻ പറ്റും, അങ്ങനെ ഒരു ബയേഴ്സിനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രി പ്രേക്ഷകരുടെ മുൻപാകെ വയ്ക്കുന്ന ഒരു നിർദ്ദേശം. ഇത് കൂടുതൽ പഠന വിധേയമാക്കണം. അതിൻ്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കി കയറ്റുമതി സാധ്യത നമ്മൾ ആരായണം. രണ്ടാമത്തെ റിപ്പോർട്ട് സെയിലിംഗ് കമൻട്രി പ്രതിയാകുന്നതാണ്. ഒരു ബഹുമാനപ്പെട്ട പ്രേക്ഷകൻ സെയിലിംഗ് കമൻട്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ടന്റ് ഈസ് ബിക്കം സ്റ്റെയിൽ ആൻഡ് ബോറിംഗ് ഡ്യൂ ടു റെപ്പറ്റീഷൻ. സ്ഥിരമായി ഒരു കാര്യം പറയുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് വിരസത അനുഭവപ്പെടുന്നു. വിരസത പ്രേക്ഷകർക്ക് മാത്രമല്ല, ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. ഒരു രസത്തിന് വേണ്ടി, പ്രേക്ഷകരെ ഇക്കിളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു കാലത്തും NTVയിൽ തുടങ്ങുന്ന മാധ്യമപ്രവർത്തനം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് മാധ്യമപ്രവർത്തനം? 2 തരമാണ്. ഒന്ന്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിരന്തരം അവരുടെ മുമ്പിൽ നിരത്തി വയ്ക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, അവരെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. 2, മാധ്യമം നിർവഹിക്കേണ്ട ഒരു കടമയുടെ ഭാഗമായി ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ നിരന്തരം അവതരിപ്പിക്കുക. അത് ബോറാവാം, ഒരുപാട് സ്റ്റൈലാവാം, ആവർത്തന വിരസത ഉളവാക്കുന്നത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ 25 വർഷമായി നിരന്തരം ആ ആവർത്തന വിരസത പകർന്നു നൽകിയതിൻ്റെ ഫലമാണ് ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖം.
അടുത്ത സെൻറ്റൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, യു വിൽ ലൂസ് സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങൾ ഈ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായി ഒത്തിരി നഷ്ടങ്ങൾ സഹിച്ച മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം നഷ്ടങ്ങൾ ഉള്ളപ്പോഴും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. എന്താണ് നിലപാട്? ഈ രാജ്യമാണ് വലുത്, ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. അല്ലാതെ ഇക്കിളിപ്പെടുത്തൽ ജേർണലിസം, മാധ്യമപ്രവർത്തനം ഒരു കാലത്തും NTV നിർവഹിച്ചിട്ടില്ല. അങ്ങനെ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ബോധപൂർവം ആ വഴി തിരഞ്ഞെടുക്കാതെ ആത്യന്തികമായി ലോങ് റണ്ണിൽ, വിദൂര ഭാവിയിൽ ഈ രാജ്യത്തിനും ഈ ജനങ്ങൾക്കും എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അന്നും ഇന്നുമുള്ള അന്വേഷണം. ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് എനിക്കൊരു ചിത്രം അയച്ചു തന്നു. അരവിന്ദ് 1950കളിൽ നമ്മുടെ തീരപ്രദേശത്തെത്തിയ ഒരു വിദേശ ടൂറിസ്റ്റ്. അദ്ദേഹം ഇങ്ങനെ ഒരു സൺബാത്ത് നടത്തുകയാണ്, മലർന്നു കിടക്കുകയാണ്. തൊട്ടടുത്ത് 5-6 കുട്ടികളുണ്ട്. ഒരു വിചിത്ര വസ്തുവിനെ കാണുന്നത് പോലെയാണ് ആ കുട്ടികൾ അദ്ദേഹത്തെ നോക്കുന്നത്. ആ കുട്ടികളും അദ്ദേഹത്തിൻ്റെയും ഒരു ശാരീരിക ഘടന എന്നെ അതിനുമപ്പുറം 1726 രചിക്കപ്പെട്ട ഗള്ളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ലില്ലിപുട്ട് ആൻഡ് ബ്ലൂഫെസ്കു എന്ന് പറയുന്ന 2 ഐലൻഡുകൾ, 2 ദ്വീപിൽ ഒരു കപ്പലപകടത്തെ തുടർന്ന് എത്തിപ്പെട്ട ഗള്ളിവറിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഗള്ളിവറുമായി താരതമ്യം ചെയ്യുമ്പോൾ 5-1 അവിടെയുള്ള ജനങ്ങളുടെ സൈസ്. 5-1 സാധാരണയുള്ള ആളുകളിൽ നിന്ന് 5-1 വലിപ്പം വരുന്ന ആളുകളാണ് ഈ ഗള്ളിവർ കാണുന്ന ലില്ലിപുട്ടിലെ ജനങ്ങൾ. എനിക്ക് അതുപോലുള്ള ഒരു താരതമ്യമാണ് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. ഒരു സത്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു രചനയാണ് ഗള്ളിവേഴ്സ് ആൻഡ് ലില്ലിപുട്ട് എന്ന് എനിക്ക് തോന്നി വായനയിൽ. കാരണം ഇത് സംഭവം നടക്കുന്നത് നമ്മുടെ അടുത്തുകൂടെ നടന്ന ഒരു യാത്രയിൽ ഇന്ത്യയും ശ്രീലങ്കയും, അന്ന് കൊളംബോയുമൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. കൊളംബോ അല്ല, സിലോണൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനടുത്തുകൂടി യാത്ര ചെയ്തു പോയ ഒരു കപ്പൽ അപകടത്തിൽ പെടുന്നതാണ് കഥ. അങ്ങനെ അപകടത്തിൽ പെടുമ്പോൾ തൊട്ടടുത്ത് രക്ഷപ്പെട്ടെത്തുന്ന ഒരു ദ്വീപ്, 2 ദ്വീപുകളാണ് ലില്ലിപുട്ട് ആൻഡ് ബ്ലൂഫെസ്കു. രക്ഷപ്പെട്ടെത്തുന്ന ഗള്ളിവർ കാണുന്ന കാഴ്ചയാണ് രചനയിലെ പ്രധാന ഘടകം. 1726 തൊട്ട് ഇപ്പോൾ നമ്മൾ 2026 എന്ന് പറയുന്ന വർഷത്തിലോട്ട് അടുക്കുമ്പോൾ ഏകദേശം 300 വർഷമാകുന്നു. ഈ ശരീരഘടനയിൽ ഈ ജനങ്ങൾ, അന്ന് 1950 നമ്മൾ കാണുന്ന കോവളമായിരിക്കാം, കോവളം തീരത്തെ ഈ അജഗജാന്തര വ്യത്യാസം, മലർന്നു കിടക്കുന്ന യൂറോപ്യൻ മനുഷ്യൻ, ആ സായിപ്പ്, കാഴ്ചവസ്തുവായി നോക്കി നിൽക്കുന്ന കുട്ടികൾ, യഥാർത്ഥത്തിൽ ഈ 5-1 എന്നുള്ള ഒരു താരതമ്യം കൃത്യമായി അനുഭവപ്പെടുന്നതാണ് എനിക്ക് തോന്നിയ ചിത്രം. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് NTV തുടരുന്ന മാധ്യമപ്രവർത്തനം. ഇങ്ങനെ ലോകവുമായി യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ, അവിടെ എങ്ങനെ ഈ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ അതുപോലെ വികസിത രാജ്യങ്ങളുമായി എങ്ങനെ ഇന്ത്യക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങുന്നത്. അവഗണിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് എങ്ങനെ ഒരു മോചനം ഉണ്ടാക്കാൻ പറ്റും, സാമ്പത്തികമായി എങ്ങനെ ഒരു മോചനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അന്വേഷണമാണ് വിഴിഞ്ഞം തുറമുഖത്തിലോട്ട് എത്തിച്ചേർന്നത്. ആ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ വലിയൊരു സാധ്യതയിലൂടെ ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ പറ്റും, ലോകത്തിനെ തന്നെ മറികടക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് മെത്തനോളിലൂടെ മുന്നോട്ട് വരുന്നത്, അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ മെത്തനോൾ എന്ന് പറയുന്ന ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്നതൊരു ഭാഗ്യമായിട്ടാണ് ഇപ്പോൾ ഡബിൾ ഡക്കർ, പഴയ NTV ഇപ്പോൾ ഡബിൾ ഡക്കറിലൂടെയാണ് വരുന്നത്, ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഈ എന്നെ ശ്രവിക്കുന്നതും ശ്രവിക്കാത്തതുമായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ലോകത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, അല്ലെങ്കിൽ വീണ്ടും ചൂഷണം ചെയ്യപ്പെടുന്ന ഗള്ളിവർമാരുടെ ലോകത്തിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങളായി മാറിപ്പോകാൻ ഇടയുള്ളതുകൊണ്ട്, അങ്ങനെ വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെട്ടാലും അങ്ങനെ ഒരു നഷ്ടത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അതുകൊണ്ടാണ് മെത്തനോളിൽ ഇത്രയും ആവേശവും കൗതുകവും കണ്ടെത്തുന്നത്. ഇത് അവഗണിച്ചാൽ
മെത്തനോൾ എന്ന് പറയുന്ന വിഷയം അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അഡ്രസ്സിംഗ് ദ കോസ്റ്റ് ഗ്യാപ്പ് വിൽ റിക്വയർ ഷെയറിംഗ് ദിസ് കോസ്റ്റ് അക്രോസ് ദ വാല്യൂ ചെയിൻ, ഇൻക്ലൂഡിംഗ് എൻ കസ്റ്റമേഴ്സ് വില്ലിംഗ്നെസ് ടു പേ ഫോർ സീറോ എമിഷൻ ഷിപ്പിംഗ് സർവീസസ്. നമ്മളിത് അവഗണിച്ചാൽ ലോകം മുന്നോട്ട് പോകുന്നത് പുതിയ ഇന്ധനവുമായിട്ടാണ്. സീറോ എമിഷൻ എന്നുള്ള ഇന്ധനം കപ്പലുകൾ അങ്ങനെയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ അങ്ങനെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, അതിലൂടെ സഞ്ചരിക്കുന്ന ചരക്കുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഈ സീറോ എമിഷൻ്റെ കോസ്റ്റ് കൂടി അതിനകത്ത് ഉൾപ്പെടും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു നേട്ടവും എടുക്കാതെ വീണ്ടും പഴയ അടിമത്തത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആരാണോ മെത്തനോൾ രംഗത്ത്, സീറോ എമിഷൻ രംഗത്ത് മേൽക്കൈ നേടുന്നത് അവർക്ക് ലാഭമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മളൊരു കെണിയിൽ പെടാതിരിക്കാൻ, പിന്നോട്ടടിക്കാതിരിക്കാൻ, പുറന്തള്ളപ്പെടാതിരിക്കാൻ, പുറംപോക്കിലേക്ക് ഒതുക്കപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഒരു പുതിയ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തോടൊപ്പം ചിന്തിക്കുവാൻ, ലോകത്തോടൊപ്പം വളരുവാൻ, ലോകത്തോടൊപ്പം കുതിക്കുവാൻ ഇന്ത്യക്കാരനെ പ്രാപ്തനാക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ് ഓരോ ദിവസത്തെയും സെയിലിംഗ് കമൻട്രി. അതിന് എത്ര സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെട്ടാലും ആ നയത്തിൽ നിന്ന് വ്യതിചരിക്കുവാൻ സെയിലിംഗ് കമൻട്രി തയ്യാറല്ല എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ പറയട്ടെ. മോസ്റ്റ് പീപ്പിൾ വുഡ് വാണ്ട് ടു സീ ന്യൂ കണ്ടൻറ്റ് എവറി അതർ ഡേ. അങ്ങനെ കാഴ്ചവയ്പ്പിനുള്ള ഒരു വേദിയല്ല സെയിലിംഗ് കമൻട്രി. പുതിയ പുതിയ കണ്ടൻറ്റുകൾ ആവശ്യമുള്ളവർക്ക് സമുദ്രം പോലെ, മഹാസമുദ്രം പോലെ കണ്ടൻറ്റുകൾ ഇന്ന് ലഭ്യമാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോകാം, അതിനകത്തൊന്നും യാതൊരു തടസ്സവുമില്ലല്ലോ. ഇവിടെ ചിലർ മിഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. സെയിലിംഗ് കമൻട്രി ഒരു മിഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷം ഏറ്റെടുത്തത് 30 വർഷം കഴിയുന്നു. ഇനി അടുത്ത വർഷങ്ങളിലോട്ട് പോകുമ്പോഴും ഒരു ജനതയെ മുന്നോട്ട് നയിക്കുക, പാരതന്ത്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക, സാമ്പത്തിക വിമോചനത്തിലോട്ട് അവരെ നയിക്കുക. ഇതാണ് സെയിലിംഗ് കമൻട്രിയുടെ ലക്ഷ്യം. നഷ്ടങ്ങൾ എന്തു വന്നാലും ആ നിലപാടിൽ സെയിലിംഗ് കമൻട്രി ഉറച്ചു നിൽക്കുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.